ഒരു മാവ് നമുക്ക് റെന്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? സ്വന്തമായിട്ട് മരമില്ലാത്ത ഒരാൾക്ക് ഒരു മരത്തിനെ ഓൺ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെന്റ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. ഒരു ഇമ്മച്യൂർ സ്റ്റേജിൽ കട്ട് ചെയ്യുന്ന മാംഗോ ഒരിക്കലും നാച്ചുറൽ ആയിട്ട് പഴുക്കത്തില്ല. അൽഫോൺസോ മാംഗോയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ അരോമ തന്നെയാണ്. അതിന്റെ ഫ്ലഷ് അത് ഫൈബർലെസ് ആണ്, ഒരു ബട്ടറി ടെക്സ്ചർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താണ് കിങ് ഓഫ് മാംഗോ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് ഇപ്പോ എൻക്വയറി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തി. ഞങ്ങൾ 200 മരം റെന്റ് ഔട്ട് ചെയ്തപ്പോ ഞങ്ങളുടെ കയ്യിൽ ടോട്ടലി 20,000 മരങ്ങൾ ഉണ്ടായിരുന്നു. പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഡെയിലി ലൈഫിൽ പല സാധനങ്ങളും റെന്റ് എടുത്ത് യൂസ് ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ഒരു മാവ് നമുക്ക് റെന്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വിജയിപ്പിച്ച ഒരാളാണ് ഉമേഷ് ചേട്ടൻ. ഞാൻ കുറെ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മൂപ്പര് എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും ഞാൻ മൂപ്പരെ പേജസ് കണ്ടപ്പോഴും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങനെ ഒരു കോൺടാക്ട് ഇങ്ങനെ കീപ്പ് ചെയ്തായിരുന്നു. ഇപ്പൊ കറക്റ്റ് ടൈമിന് എനിക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമേഷ് ചേട്ടന്റെ കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങളും പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഉമേഷ് ചേട്ടൻ. അപ്പൊ ഉമേഷ് ചേട്ടൻ എന്താണെന്നുള്ളത് ഒന്ന് ഉമേഷ് ചേട്ടൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഓക്കെ, എന്റെ പേര് ഉമേഷ്. ഞാനാണ് റെന്റ് ട്രീ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റേഷൻ ആണ്, ഇതാണ് നമ്മുടെ പ്ലാന്റേഷൻ. ഇവിടെ കാണുന്ന ഈ മരങ്ങളുണ്ടല്ലോ, അതായത് സ്വന്തമായിട്ട് മരമില്ലാത്ത ഒരാൾക്ക് ഒരു മരത്തിനെ ഓൺ ചെയ്യാനുള്ള ഒരു അവസരം, അതായത് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം സപ്പോസ് നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊന്നും അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും അവരുടെ കുട്ടിക്കാലത്ത് അവരൊക്കെ മാവുകളൊക്കെ ഉണ്ടായിരുന്ന വീടുകളിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അവരൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ സ്കൂൾ ടൈമിലൊക്കെ അവർ ഒരുപാട് സമ്മർ വെക്കേഷൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ഇപ്പൊ അതൊന്നും ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ബിസി ലൈഫിലാണ്, അർബൻ ലൈഫിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു മരം സ്വന്തമായിട്ട് ഓൺ ചെയ്യാം, അതായത് ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെന്റ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പൊ റെന്റ് ആകുമ്പോഴേക്കും വരുന്നത് നമുക്കൊരു 11 മന്ത് കോൺട്രാക്ട് ആണ്. അപ്പോൾ ഒരു 11 മന്തിലേക്ക് ഒരു ട്രീയെ ഓൺ ചെയ്യുകയും അതിൻ്റെ അകത്ത് അതിന്റെ ഹാർവസ്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാം, മൊത്തം എടുക്കാനുള്ള അവകാശവും അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഒരു അവർക്ക് തന്നെ പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരം, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള മാംഗോ എന്താണ് അവർക്ക് കിട്ടാനുള്ള ഒരു അവസരം. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആളുകൾ മാംഗോസിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ശരിക്കും മാർക്കറ്റിൽ നിന്നും എന്താകുന്നില്ല, നല്ല മാംഗോസ് അല്ല അവർക്ക് കിട്ടുന്നത്. അതായത് കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന, ഞാൻ തന്നെ കുറെ വീഡിയോസ് അതിന്റെ ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പല മെട്രോ സിറ്റികളിലും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് അഡൾട്രേറ്റ് ആയിട്ടുള്ളതും കെമിക്കലി റൈപ്പൻ ചെയ്തതായിട്ടുള്ള മാംഗോസ് ഒക്കെ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ സപ്ലൈ ചെയിൻ ആണ് അതിന്റെ ഒരു സാഹചര്യം. ഓക്കെ, ഈ സപ്ലൈ ചെയിനിൽ പെരിഷബിൾ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും മാംഗോ ഇമ്മച്യൂർ സ്റ്റേജിൽ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഒരു ഇമ്മച്യൂർ സ്റ്റേജിൽ കട്ട് ചെയ്യുന്ന മാംഗോ ഒരിക്കലും നാച്ചുറൽ ആയിട്ട് പഴുക്കത്തില്ല. ഓക്കെ, അതാണ് അതിന്റെ റീസൺ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ഇച്ചിരി എന്താണ് ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ അവർ അതിലോട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ വിഷമുള്ള, അതായത് കാർസിനോജനിക് ആയിട്ടുള്ള കാൽസ്യം കാർബൈഡ് അടക്കമുള്ള കെമിക്കലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെയധികം ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കെമിക്കലുകളാണ്. അപ്പൊ അങ്ങനെ വരുന്ന മാംഗോസ് നമുക്ക് കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. കാരണം എല്ലാ മാംഗോ ഒരേപോലെ എന്തായിരിക്കും, റൈപ്പൻ സ്റ്റേജിലിരിക്കുന്ന ഒരു യെല്ലോ കളറിലായിരിക്കും ഇരിക്കുക. പക്ഷെ അത് കണ്ട് ടെംപ്റ്റഡ് ആയിട്ട് ഒരാളത് വാങ്ങിക്കുമ്പോൾ, പക്ഷെ അത് കട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത് കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഇത് ഇപ്പൊ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു പോസ്റ്റ് കോവിഡ് നോക്കുവാണെങ്കിൽ ഇതൊരു ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. കാരണം പ്രോപ്പർ സീസൺ എന്ന് പറഞ്ഞാൽ സമ്മറാണ്. സമ്മർ അതായത് മാർച്ച് ഏപ്രിൽ മെയ് ആണ് നമ്മളുടെ ഈ സൗത്തിലോട്ടുള്ള സമ്മർ. അപ്പൊ അവിടെയാണ് ശരിക്കും ഈ മാംഗോസ് ഏറ്റവും കൂടുതൽ എന്താവുക, പ്രോപ്പർ ആയിട്ട് ഉണ്ടാവേണ്ടത്. പക്ഷേ എപ്പോഴും ഡിമാൻഡ് ഹൈ ആവുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലാണ്. അപ്പൊ എല്ലാവരും ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാംഗോസ് നേരത്തെ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിക്കുമ്പോൾ ഈ ട്രീയെ ടോർച്ചർ ചെയ്ത് ട്രീയില് അതായത് അതിന് കെമിക്കൽ അതിന്റെ വേരിൽ അപ്ലൈ ചെയ്ത് ഈ ട്രീയെ നേരത്തെ ഫ്ലവറിങ് എടുപ്പിച്ച് നേരത്തെ ഹാർവെസ്റ്റ് കൊണ്ടുവന്ന്
അറ്റ് ദ ഏർലിയസ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു റേസ് ആണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതെ അപ്പൊ അതുകൊണ്ട് എൻഡ് കൺസ്യൂമർക്ക് കിട്ടുന്നത് ക്വാളിറ്റി വളരെ പൂർ ആയിട്ടുള്ള മാംഗോ ആണ്. അതെ അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അതെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയത്. എന്തായാലും ആളുകൾ ആദ്യം ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ വർക്ക് ആകുമോ എന്നുള്ളത്. അതെ അതെ പക്ഷെ നമുക്ക് ലാസ്റ്റ് 3 ഇയർ കൊണ്ട് ഈ വർഷം ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത മുഴുവൻ ട്രീകളും റെന്റ് ഔട്ട് ആയി. അപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേഷൻസ് ഇപ്പം അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അപ്ഡേഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഒരു ട്രീയിൽ ഫ്ലവറിംഗ് മുതൽ എൻഡ് ഹാർവെസ്റ്റ് വരെയുള്ള അപ്ഡേഷൻസ്. പിന്നെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് ദിസ് ടൈം ഞങ്ങൾക്ക് ഫോർച്ചുനേറ്റ്ലി പാൻ ഇന്ത്യ 20 സ്റ്റേറ്റിലും 2 യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് കസ്റ്റമേഴ്സിന്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലാംഗ്വേജ് ബാരിയർ അടക്കമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇവരോടുള്ള അപ്ഡേഷൻസിൽ ചെറിയ ഡിലേകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീം ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ അവരുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് എടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ഇതുണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മാംഗോസ് ഒക്കെ ഏറ്റവും ആദ്യം വന്ന മാംഗോസ് ആണ്. അപ്പം ഇത് നമ്മൾ ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് ക്വാളിറ്റി ടെസ്റ്റ് അടക്കം അതിന്റെ ബ്രിക്സ് വാല്യൂ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല തന്നെ ഭയങ്കര സ്മെല്ലും ആണ്. അതാണ് ഒരു അൽഫോൺസോ മാംഗോയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ അരോമ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഫ്ലഷ് അത് ഫൈബർലെസ് ആണ്, ഒരു ബട്ടറി ടെക്സ്ചർ ആണ്, അതിന്റെ സ്മെല്ല്. അപ്പൊ ആ സ്മെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ അകത്തൊരു കാണുന്നത്. കാരണം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു മാംഗോ എടുക്കുമ്പോൾ അതിൽ കാഴ്ചയുള്ള ഒരു ഏസ്തെറ്റിക് ബ്യൂട്ടിക്ക് അപ്പുറം അതിലൊരു സ്മെൽ ഉണ്ടാവില്ല, അതിലൊരു ഫീൽ ഉണ്ടാവില്ല. ഒരു അൽഫോൺസോ മാംഗോ നിങ്ങളുടെ റൂമിൽ വെച്ചാൽ ആ എൻ്റെ റൂമിനെയും റിഫ്രഷ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അതിനുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കിങ് ഓഫ് മാംഗോ എന്ന് പറയുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു ഓപ്പൺ സ്പേസിലാണെങ്കിൽ കൂടി ഭയങ്കര സ്മെല്ലാട്ടോ. ഭയങ്കര ഇതിന്റെ കളറും എല്ലാം കൊണ്ടും ഷേപ്പ് കൊണ്ടും സ്മെല്ല് കൊണ്ടും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇപ്പൊ ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മള് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇപ്പോഴാണ് ആ ട്രെൻഡിലോട്ട് കയറി വരുന്നത്. ഇപ്പൊ അവര് കൂടുതലും അറിയില്ല, അവര് ഭയങ്കര കൺവീനിയൻസിലാണ് എല്ലാ കാര്യങ്ങളും. അവർ ഹെൽത്ത് കോൺഷ്യസ് ആണ്, അവർക്ക് കൺവീനിയൻസ് വേണം. അപ്പൊ അവര് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ട്രെൻഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം പോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പോർട്ടബിൾ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അവര് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മാംഗോസ് കിട്ടിയാൽ അവർക്ക് ഒരു മാംഗോ മതി അവർക്കൊരു പോർട്ടബിൾ ബ്ലെൻഡറിലിട്ട് ഒരു ഇൻസ്റ്റന്റ്ലി അവർക്ക് ഒരു മാംഗോ ജ്യൂസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, സ്മൂത്തി പോലെ അതിൽ അവരൊരു ഒരു പാൽ കൂടി ആഡ് ചെയ്യാം, മിൽക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റന്റ്ലി അതെന്തായി ഒരു സ്മൂത്തി ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അവരും ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എൻക്വയറി ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ എൻക്വയറി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തി. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതിന് അപ്പുറത്തേക്ക് ഒരു സാഹചര്യം എത്തി. ഇപ്പം പലപ്പോഴും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം, ഞങ്ങൾക്ക് എൻക്വയറിക്ക് റെസ്പോൺസ് ഇല്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ട്രസ്റ്റ് ചെയ്യുക എന്നൊരു ചോദ്യം പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഉള്ള കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്രയും ആണ് എൻക്വയറി. ഓക്കെ, കാരണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് വാട്സ്ആപ്പ് നമ്പറുമാണ്, നമ്മളിപ്പോ വെബ്സൈറ്റും ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ അതില് ഇത്രയും എൻക്വയറിയുടെ ഒരു ഓവർഫ്ലോ ഉണ്ടാവുമ്പോൾ അതും മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആണ്. ഓക്കെ, അതായത് ഇത് പാൻ ഇന്ത്യ, ഇതിപ്പോ ഈ ഒരു സമ്മർ ആൻഡ് മാംഗോ സീസണിൽ ഇന്ത്യ മൊത്തം എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇംഗ്ലീഷ് ഡെയിലികളാണ്. അപ്പൊ അതില് ഞങ്ങൾ താങ്ക്സ് പറയുന്നത് ഫസ്റ്റ് ഹിന്ദു ഡെയിലിയാണ് ഞങ്ങളെ കുറിച്ച് ആദ്യം ഒരു ഫീച്ചർ ചെയ്തത്. ബട്ട് കേരളത്തിൽ ഞങ്ങളെ കുറിച്ച് ആദ്യം ഫീച്ചർ ചെയ്തത് മലയാള മനോരമയാണ്. ഓക്കെ, അതിൽ കർഷകശ്രീയാണ് വെരി ഫസ്റ്റ് ടൈം ചെയ്തത്. അപ്പോ അവരിൽ നിന്നും ബാക്കി എല്ലാ മീഡിയസിലോട്ടും എന്ത് ചെയ്തു, അവർ സ്പ്രെഡായി, അവർ ടേക്കപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും എൻക്വയറീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ കൺസേൺ ആയതുകൊണ്ട് ലിസ്റ്റ് ചെയ്ത ട്രീയുടെ നമ്പർ അത് ഇപ്പോഴും ഫിക്സ്ഡ് ആണ്. ഈ വർഷം എന്ത് ചെയ്തിട്ടില്ല, അത് ആദ്യം എത്ര ഫിക്സ് ചെയ്തോ അത്ര നമ്പർ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അതായത് ഞങ്ങൾ ഈ കോൺസെപ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 1% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു കോൺസെപ്റ്റിലോട്ട്. 99% ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് വിട്ടത്. അതായത് ഞങ്ങൾ 200 മരം റെന്റ് ഔട്ട് ചെയ്തപ്പോ ഞങ്ങളുടെ കയ്യിൽ ടോട്ടലി 20,000 മരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് അതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഓക്കെ, ഈ റെന്റിന് എടുക്കുന്ന ആളുകൾക്ക്
അവർക്ക് നമ്മൾ പ്രോമിസ് ചെയ്യുന്ന ആ മിനിമം ഗ്യാരണ്ടിയും ആ ഒരു ക്വാളിറ്റിയും അവർക്ക് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും എന്നുള്ളത് വേണ്ടിയാണ് നമ്മൾ അത്രയും ലിമിറ്റഡ് ആയത്, സപ്ലൈ അത്രയും ലിമിറ്റ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ബാക്കി വരുന്ന എൻക്വയറിക്കെല്ലാം നമ്മളിപ്പോ ഇതുണ്ടോ ഇതുപോലെ ബോക്സുകളാണ് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ അവർക്കിപ്പോ ബോക്സുകളായിട്ട് മാത്രം ബുക്ക് ചെയ്യാനും അത് വാങ്ങിക്കാനും അത് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മാംഗോയുടെ പ്രൈസ്, ബോക്സിന്റെ പ്രൈസ് വളരെ നേരത്തെ തന്നെ, അതായത് 2025 തന്നെ നമ്മൾ ഇതിന്റെ ബോക്സ് പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നു. കാരണം ഞങ്ങൾ ഇത് ആളുകൾക്കൊരു സാമ്പിളിംഗ് മോഡൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോ റേറ്റ് ആക്ച്വലി ഭയങ്കര കൂടുതലാണ്. കാരണം കൊങ്കൺ റീജിയനിൽ അൽഫോൺസോ മാംഗോ വളരെ കുറഞ്ഞു പോയി. ഓക്കെ, അപ്പം അതിന്റെ പ്രൊഡക്ഷൻ 20% ഡൗൺ ആയിപ്പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ ശരിക്കും ഇപ്പൊ മാർക്കറ്റിൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത്രയും റേറ്റ് കൂടുതലായ സമയത്തും നമ്മൾ ഫിക്സ് ചെയ്ത റേറ്റിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുക ഇവർക്ക് കൊടുക്കുക. കാരണം ഇത് ഈ മാംഗോ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർക്ക് ആഗ്രഹമുണ്ട് ഒരു ട്രീയെ ഒന്ന് റെന്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ rendatree.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവർക്ക് ബുക്ക് ചെയ്യാനും ഏത് വീക്കിൽ അവർക്ക് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. വേറെ ആർക്കും നമ്മളിവിടെ ഒരു സപ്ലൈ ഈ വർഷം ചെയ്യുന്നേ ഇല്ല. ബാക്കി വരുന്ന എക്സസ് എങ്ങാനും വന്നാൽ അത് കംപ്ലീറ്റ്ലി പോകുന്നത് പൾപ്പിലോട്ടായിരിക്കും. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു ഗ്യാരണ്ടി കൂടെ അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ കെയറിന്റെ ഭാഗമായിട്ട് കസ്റ്റമറിന് കൊടുത്തിരുന്നു. ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ട്രീ റെന്റിന് എടുത്ത ആൾക്ക് ഈ മാംഗോ മുഴുവനും കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ പല കസ്റ്റമർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എബ്രോഡ് പോകണം. ഓക്കെ, അപ്പൊ അവരിവിടെ ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് അത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങൾ തിരിച്ചെടുക്കാം, പകരം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പൾപ്പാണ്. ഓക്കെ, കാരണം നമ്മൾ ഇതിനെ ഇപ്പോ സ്റ്റാർട്ടപ്പിന്റെ ഈ വർഷത്തെ സ്റ്റേജിൽ നമുക്കിതിനെ ബൈബാക്ക് ചെയ്തിട്ട് റീസെല് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് നമ്മളിപ്പോ എത്തിയിട്ടില്ല, കാരണം ടൈം കൺസ്ട്രെയിൻ കാരണം. അപ്പൊ അതിന് ഞങ്ങൾ എടുത്ത ഓപ്ഷൻ ഇതാണ്, മാംഗോസ് നമ്മൾ തിരിച്ചെടുക്കും. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പൾപ്പാണ് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് അത് ഇയർ ലോങ് യൂസ് ചെയ്യാൻ പറ്റും. ഷെൽഫ് ലൈഫ് അതിനെന്താണ് 2 year ആണ് ഷെൽഫ് ലൈഫ്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും മാംഗോ വരുമല്ലോ. അപ്പോ ഈ പൾപ്പ് അവർക്ക് എന്ത് ചെയ്യാം ഇയർ ലോങ് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടും. അതും അവരുടെ തന്നെ അതായത് നമ്മുടെ ഇവിടുത്തെ ഈ പ്ലാന്റേഷനിലെ തന്നെ മാംഗോയുടെ പൾപ്പാണ്.